രാവിലെ കൈ നോക്കി അഭിപ്രായം വിളിച്ചു പോകാൻ വന്നിരിക്കണം. ഒന്ന് പോയടാ. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ, പോടാ പോടാ. സോമ എവിടെ? വണക്കം തമ്പ്ര. നീ ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി ഇത് പോസ്റ്റ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ. ചോറോ കഴിഞ്ഞെന്തെങ്കിലും കാണും. ആ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തിയിരുന്നോളും ശൗനം മുടക്കികള്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. അവരുമായിട്ട് ഉടക്കണ്ട കേട്ടോ വലിപ്പോസേ. ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലൻ പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോവുക ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേർ സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. പായം പൊളിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനിടയില ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളല്ലേ?